ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു ദുആ ആണ് നമ്മൾ പഠിപ്പിക്കുന്നത്. ആ ദുആഇനോട് കൂടെ തന്നെ നമ്മുടെ ജീവിതത്തിൽ എല്ലാ ദിവസവും നമ്മൾ ചൊല്ലേണ്ട ഒരു ഇസ്മിനെ കുറിച്ചുമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഈ ദുആഇൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ഈ ദുആ മരണം വരെ നമുക്കുണ്ടായിരിക്കണം. ഈ ഇസ്മു ചൊല്ലുന്നതും കൂടുതൽ ഉപകാരം ചെയ്യും. ഇത് നമ്മൾ വെറുതെ പറയുന്നതല്ല. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ദുആ ഒരു ദിവസവും ഒഴിവാക്കാറില്ലായിരുന്നു എന്ന് കാണാവുന്നതാണ്. ആ ദുആ നമ്മളും നമ്മുടെ ജീവിതത്തിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ ആരോഗ്യകരമായിട്ട് നമ്മുടെ ശരീരത്തിന് മരിക്കുന്നത് വരെ നിലനിൽക്കാൻ കാരണമാകും. നിങ്ങൾ നോക്കൂ, നമ്മൾ മരണത്തിൻ്റെ മുമ്പ് 5-6 വർഷം ബെഡിൽ കിടന്ന് നമ്മുടെ മലമൂത്ര വിസർജനം ഉൾപ്പെടെയുള്ളത് മറ്റുള്ളവർ നന്നാക്കുന്ന രൂപത്തിലേക്ക് നമ്മളെ പരീക്ഷിക്കപ്പെടുന്നത് നമുക്കിഷ്ടമുണ്ടോ? മറ്റുള്ളവർ നമ്മുടെ വിസർജ്യ വസ്തുക്കളൊക്കെ ക്ലീൻ ചെയ്യുന്നത് ഒരാളും ഇഷ്ടപ്പെടില്ല. അത് ആ രൂപത്തിലേക്ക് രോഗശയ്യയിലായിട്ട് എത്തുക എന്ന് പറഞ്ഞാൽ അത് വളരെ ബുദ്ധിമുട്ടാണ്. അത്തരം അവസ്ഥകളിൽ നിന്ന് നമുക്ക് വലിയ രക്ഷ ലഭിക്കാനും മാരകമായ രോഗങ്ങൾ നമ്മുടെ ശരീരത്തിന് സംഭവിക്കാതിരിക്കാനും അപകട മരണങ്ങളെ തൊട്ടും അപകട രോഗങ്ങളെ തൊട്ടും ആഫിയത്ത് ലഭിക്കാനൊക്കെ വേണ്ടിയിട്ടുള്ള വളരെ പവർഫുള്ളായിട്ടുള്ളൊരു ദുആ ആണ്. നമ്മുടെ ജീവിതത്തിൽ പകർത്തേണ്ടതാണ്. ഇൻഷാ അല്ലാഹ് ഇത് കേൾക്കുന്ന എൻ്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ വളരെ ആത്മാർത്ഥമായിട്ട് ഇൻഷാ അല്ലാഹ് ഈ ഒരു ദുആഉം ഈ ഇസ്മും ജീവിതത്തിലേക്ക് ചേർത്ത് വെക്കണം എന്നറിയിക്കുകയാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ മുമ്പ് എല്ലാ ദിവസവും നമ്മൾ സൂചിപ്പിക്കാറുള്ളത് പോലെ തന്നെ നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ്. ചൊവ്വാഴ്ച നേരിട്ട് വരാൻ ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടത് ഞായറാഴ്ച 10 മണിക്കാണ്. വിളിച്ച് ബുക്ക് ചെയ്തതിൻ്റെ ശേഷം മാത്രമേ വരാവൂ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. പലരും വിളിക്കാതെയും ബുക്ക് ചെയ്യാതെയും വരുന്നുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മൾ എങ്ങനെയാണ് ബുക്ക് ചെയ്യേണ്ടതെന്നൊക്കെ ഇൻസ്റ്റയിലും വാട്സപ്പിലും അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. ഇൻസ്റ്റഗ്രാമിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അവിടെ നോക്കിയാൽ നിങ്ങൾക്കതൊക്കെ കാണാൻ സാധിക്കും എന്ന് അറിയിക്കുകയാണ്. അതേപോലെ തന്നെ പരിശുദ്ധമായ റമളാൻ ഷരീഫ് നമ്മിലേക്ക് സമാഗതമായിരിക്കുകയാണ്. ഒരു വിളിപ്പാടകല റമളാൻ ഇങ്ങനെ നിൽക്കുമ്പോൾ റമളാനിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കർമ്മമാണ് നോമ്പ് തുറപ്പിക്കുക എന്നുള്ളത്. നിങ്ങൾക്കൊക്കെ നോമ്പ് തുറപ്പിക്കാൻ താല്പര്യമുള്ളവർ, സഹായിക്കാൻ കഴിയുന്നവർ നമ്മുടെ നോമ്പ് തുറയിലേക്ക് നിങ്ങൾക്ക് സ്വതക്ക നൽകാവുന്നതാണ്. ഒരു 50 പേരുടെയോ 20 പേരുടെയോ 10 പേരുടെയൊക്കെ നോമ്പ് തുറക്ക് നിങ്ങൾ സഹായിക്കുകയാണെങ്കിൽ ആ ജീവിതത്തിൽ നൽകുന്ന ഏറ്റവും വലിയ പുണ്യകരമായൊരു കർമ്മമായിരിക്കും. കഴിഞ്ഞ റമളാനിലില്ലാത്ത കഴിഞ്ഞ റമളാനിലുണ്ടായിരുന്ന എത്രയോ ആളുകളും ഈ റമളാനിലില്ല. നമുക്കൊക്കെ അറിയാം. അവർക്ക് അവരുടെ കഴിഞ്ഞ റമളാനായിരുന്നു ഏറ്റവും അവസാനത്തെ റമളാനല്ലേ. അവർ ആ ചെയ്ത പുണ്യകർമ്മങ്ങളെല്ലാം അവർക്ക് ഉപകാരപ്പെട്ടു. ഇത് നമ്മുടെ അവസാന റമളാനാണെങ്കിൽ നമുക്കിതുകൊണ്ട് മാത്രം തന്നെ വിജയിക്കാൻ സാധിക്കും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നിങ്ങളൊരു കാരക്ക കഷ്ണം കൊണ്ടെങ്കിലും നോമ്പ് തുറപ്പിച്ച് കത്തിയാളുന്ന നരകാഗ്നിയെ തൊട്ട് നിങ്ങൾ സൂക്ഷിക്കുവിൻ എന്നുള്ളത് നമുക്കൊക്കെ അറിയാവുന്നതാണ് ഇൻഷാ അല്ലാഹ്. അതുപോലെ തന്നെ നമ്മുടെ ദർസിലെ അതിലേക്ക് നൽകാൻ ആഗ്രഹിക്കുന്നവരാ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ഇൻഷാ അല്ലാഹ്. അതുപോലെ തന്നെ നമ്മുടെ ദർസിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട്. 7ാം ക്ലാസ് മുതലുള്ള 8ാം ക്ലാസ് മുതലുള്ള 9ാം ക്ലാസ് മുതലുള്ള ഒക്കെ മുത്തഅല്ലിമീങ്ങളെ വിദ്യാർത്ഥികളെ മക്കളുടെ രക്ഷിതാക്കൾക്ക് നമ്മളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. നല്ല ദീനീ ചിട്ടയിൽ മക്കളെ വളർത്തി മാതാപിതാക്കൾക്കും വീട്ടിനും കുടുംബത്തിനൊക്കെ ഉപകരിക്കുന്ന മക്കളായിട്ട് വളർന്നു കിട്ടാൻ ആത്മീയ അന്തരീക്ഷത്തിൽ മതബൗദ്ധിക സമന്വയ വിദ്യാഭ്യാസം നൽകി വളരെ കൃത്യതയോടെ ചിട്ടയോടുകൂടെ നമ്മൾ പഠിപ്പിക്കുകയാണ്. ഒരു സ്പിരിച്വൽ അറ്റ്മോസ്ഫിയർ നമ്മളവിടെ ക്രിയേറ്റ് ചെയ്യുന്നു. അതിലൂടെ തന്നെ നല്ല രൂപത്തിൽ അവരെ വളർത്തിയെടുക്കാൻ നമുക്ക് സാധിക്കും. പുതിയ കാലത്തെ മക്കൾ അക്രമത്തിലും അനാചാരത്തിലും കള്ളിലും പെണ്ണിലും വ്യഭിചാരത്തിലൊക്കെ ആയിട്ട് നടക്കുമ്പോൾ, DJ-യിലും ഒക്കെ ആയിട്ട് നടക്കുമ്പോൾ, പറഞ്ഞതനുസരിക്കാതെ നടക്കുമ്പോൾ, ദീനിൽ നിന്ന് വ്യതിചലിച്ച് നടക്കുമ്പോൾ നല്ല മക്കളായിട്ട് അവരെ കിട്ടാൻ ചെറിയ പ്രായത്തിലെ നല്ല രൂപത്തിൽ അവരെ അത്തരം അന്തരീക്ഷത്തിൽ പഠിപ്പിക്കണം. അതിന് നമുക്ക് സാധിക്കും എന്നുള്ളത് നമ്മൾ പറയുകയാണ്. ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ മക്കളെ ചേർക്കണം എന്നുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. നമ്മുടെ സ്ഥാപനം വരുന്നത് മലപ്പുറം ജില്ലയിലാണെന്ന് അറിയിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വരാം. ആരോഗ്യത്തേക്കാൾ ഉത്തമമായി
ഈ ഭൗതിക ലോകത്ത് ഒരാൾക്കും ഒന്നും നൽകിയിട്ടില്ല. ആരോഗ്യത്തേക്കാൾ ഉത്തമമായിട്ട് ഈ ഭൗതിക ലോകത്ത് റബ്ബ് സുബ്ഹാനഹു വ തആല എന്തെങ്കിലും ഒന്ന് നൽകിയിട്ടുണ്ടെങ്കിൽ ഒന്ന് പറയൂ. അങ്ങനെ അള്ളാഹു നൽകിയിട്ടില്ല. അതുകൊണ്ടാണല്ലോ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്, നിങ്ങൾ അള്ളാഹുവിനോട് ആരോഗ്യത്തിനെ ചോദിക്കുക എന്നുള്ളത്. അത് ആരോഗ്യം നമ്മുടെ നിലനിൽപ്പിൻ്റെ അനിവാര്യമാണ് എന്നുള്ളതിനെ തൊട്ടുണർത്തുന്നൊരു വാചകം കൂടിയാണ്. നിങ്ങൾ നോക്കൂ, നമുക്ക് വലിയ സമ്പത്തുണ്ട്. ഒരു 3 കോടി രൂപ നമ്മുടെ കയ്യിൽ ക്യാഷ് ഉണ്ട്, ബാങ്ക് ബാലൻസ് എന്ന് സങ്കല്പിക്കാം. എന്നാൽ അല്ലെങ്കിൽ അത്രയും സ്വത്ത് നമുക്കുണ്ടെന്ന് സങ്കല്പിക്കാം. സത്യമല്ലേ ഈ പറയുന്നത്. നമ്മൾ ഹോസ്പിറ്റലിൽ പോയിട്ട് അത് എത്ര ചിലവഴിച്ചാലും നമ്മുടെ രോഗം മാറ്റാൻ പറ്റിയിട്ടില്ലെങ്കിൽ, ക്യാൻസർ 4th സ്റ്റേജിലാണെങ്കിൽ, നമുക്ക് എന്തെങ്കിലും ഒരു അറ്റാക്ക് വന്നിട്ട് അത് ബ്ലോക്കുകളൊക്കെ നീക്കിയിട്ടും ഇനിയും ബ്ലോക്ക് ഉണ്ട്, വലിയ വിഷയങ്ങളാണെങ്കിൽ, കിഡ്നി ഫെയിലായി പോയിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? മരണത്തിൽ നിന്ന് ക്യാഷ് കൊണ്ട് രക്ഷപ്പെടാൻ പറ്റൂല, രോഗത്തിൽ നിന്ന് ക്യാഷ് കൊണ്ട് രക്ഷപ്പെടാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്, നിങ്ങൾ അള്ളാഹുവിനോട് ആഫിയത്തിനെ ചോദിക്കുക എന്നുള്ളത്. ഞാൻ ആ ഒരു ഹദീസ് ഇവിടെ കാണിക്കാം. നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ കാണിച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്നത്. നിങ്ങൾ ഈ ഹദീസ് ഒന്ന് നോക്കും. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, സലുല്ലാഹൽ അഫ്വ വൽ ആഫിയ, നിങ്ങൾ അള്ളാഹുവിനോട് ആഫിയത്തിനെ ചോദിക്കുവിൻ. ഞാനതിൻ്റെ ഒരു ആശയമാണ്, നമ്മളെ വിഷയത്തിനോട് ബന്ധപ്പെട്ട ഭാഗമാണ് കേട്ടോ പറയുന്നത്. മുഴുവനായിട്ട് അർത്ഥവും ആശയമൊന്നും പറയുന്നില്ല, നമുക്ക് മനസ്സിലാക്കേണ്ട ഭാഗം. ഫൈന്ന അഹദൻ ലം യുഅത ബഅദൽ യഖീനി ഖൈറൻ മിനൽ ആഫിയത്തി, ആഫിയത്തിനേക്കാൾ ഖൈറായ ഒന്നും ഒരാൾക്കും നൽകപ്പെട്ടിട്ടില്ല. നമ്മളൊക്കെ മുഅ്മിനായി ഈമാനോടുകൂടി നമ്മൾ നിലനിൽക്കുന്നത് ഏറ്റവും വലിയ ഭാഗ്യമാണ്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആഫിയത്തിനേക്കാളും ഖൈറായ ഒന്നുമില്ല എന്നാണ്. അതുകൊണ്ട് നിങ്ങൾ ആഫിയത്തിനെ ചോദിക്കുക. അപ്പോൾ ആഫിയത്തിനെ ചോദിക്കുന്ന ഒരു ദുആ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ ജീവിതത്തിൽ സ്ഥിരമായി പതിവാക്കാറുണ്ടായിരുന്നു. ഹബീബായ തങ്ങൾ ആ ദുആ എല്ലാ സമയത്തും ചെയ്യാറുണ്ടായിരുന്നു. നമ്മളും ആ ദുആ നമ്മുടെ എല്ലാ സമയങ്ങളിലും പ്രഭാതത്തിലും പ്രദോഷത്തിലൊക്കെ ചൊല്ലണം എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത്. അത് നിങ്ങളുടെ ജീവിതത്തിൽ പകർത്തുകയാണെങ്കിൽ, ഞാൻ എൻ്റെ ജീവിതത്തിൽ പകർത്തുകയാണെങ്കിൽ, അതുകൊണ്ട് വലിയ നേട്ടങ്ങൾ നമുക്കുണ്ടാകും. ഇത് പ്രഭാത പ്രദോഷങ്ങളിൽ രാവിലെയും വൈകുന്നേര സമയങ്ങളിലും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒഴിവാക്കാതെ ദുആ ചെയ്തിരുന്ന ദുആ ആണെന്ന് അബൂ ദാവൂദ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം. ഇൻഷാ അല്ലാഹ് അള്ളാഹു നമുക്കത് പതിവാക്കാനുള്ള തൗഫീഖ് നൽകട്ടെ. ഞാൻ ആ ദുആ കാണിക്കുന്നതിന് മുമ്പ് നിങ്ങളെല്ലാവരും മനസ്സറിഞ്ഞ് ഒരു 3 തവണ അൽഹംദുലില്ലാ പറയൂ. ഇപ്പോൾ നമുക്കിങ്ങനെ നിങ്ങൾക്ക് എൻ്റെ ശബ്ദം കേൾക്കാൻ പറ്റുന്നുണ്ട്. അതിനർത്ഥം ചെവിക്ക് അല്ലാഹു ആഫിയത്ത് നൽകിയിട്ടുണ്ടെന്നാണ്. നിങ്ങളിപ്പോൾ ഡിസ്പ്ലേയിൽ യൂട്യൂബിൽ ഓപ്പൺ ചെയ്തപ്പോൾ അല്ലേ, നിങ്ങളുടെ കൈകളിൽ പിടിച്ചിട്ടാണ് ഇത് കാണുന്നത്. നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അള്ളാഹു നമുക്ക് കണ്ണിന് ആഫിയത്ത് നൽകിയിട്ടുണ്ട്. നമുക്കൊക്കെ അള്ളാഹു നൽകിയ ആഫിയത്ത് അങ്ങനെ നിലനിൽക്കണം, അതിനി മരണം വരെ നിലനിൽക്കണം എന്ന നീയത്തോടു കൂടെ മനസ്സറിഞ്ഞൊരു 3 തവണ അൽഹംദുലില്ലാ പറയും. അള്ളാഹു നമുക്ക് നിലനിർത്തി തരട്ടെ. ആ ദുആ ഇതാണ്. നമ്മളെ വിർദുൽ ലത്തീഫിൽ ആ ദുആ ഉണ്ട്. വളരെ ആത്മാർത്ഥമായിട്ട് നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്താൻ പറ്റുന്നതാണ്. നിങ്ങൾ നോക്കൂ, അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ അഫ്വ വൽ ആഫിയ ഫിദ്ദുനിയ വൽ ആഖിറ. എത്ര എളുപ്പം നോക്കൂ. അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ അഫ്വ വൽ ആഫിയ ഫിദ്ദുനിയ വൽ ആഖിറ. അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ അഫ്വ വൽ ആഫിയത ഫിദ്ദുനിയ വൽ ആഖിറ എന്നുള്ളത്. പിന്നെ അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ അഫ്വ വൽ ആഫിയത ഫി ദീനി വ ദുനിയായ വ അഹ്ലി വ മാലി. അല്ലാഹുമ്മ അസ്തുർ ഔറാത്തി വ ആമിൻ റൗആത്തി. അല്ലാഹുമ്മ അഹ്ഫൾനി മിൻ ബൈനി യദയ്യ വമിൻ ഖൽഫി വഅൻ യമീനി വഅൻ ഷിമാലി വമിൻ ഫൗഖി വഅഊദു ബിഅളമതിക അൻ ഉഗ്താല മിൻ തഹ്തി. വളരെ സവിശേഷമേറിയ ദുആ ആണ്. ഇതിൻ്റെയൊക്കെ അർത്ഥം ചിന്തിച്ചു നോക്കിയാൽ നമ്മുടെ ജീവിതത്തിൽ കടന്നു പോകുന്ന എല്ലാ സന്ദർഭങ്ങളെയും എല്ലാ സാഹചര്യങ്ങളെയും ഉൾപ്പെടുത്തിയിട്ടുള്ള മോസ്റ്റ് പവർഫുൾ, വളരെ പവർഫുള്ളായിട്ടുള്ള
അതിവിശിഷ്ടമായൊരു ഇസ്മാണ്. അള്ളാഹു നമുക്കിത് ഒരു ദുആയാണ്. അള്ളാഹു നമുക്കിത് പതിവാക്കാനുള്ള തൗഫീഖ് നൽകട്ടെ. ഇൻഷാ അല്ലാഹ് നിങ്ങൾക്കിത് ചൊല്ലാൻ മനസ്സറിഞ്ഞ് മുന്നോട്ട് വരണം. നമുക്കൊക്കെ ഇത് ആത്മാർത്ഥമായിട്ട് ചൊല്ലാം. നമ്മുടെ മജ്ലിസിലിരുന്ന് വിർദുൽ ലത്തീഫ് ചൊല്ലുന്നവർക്ക് ഇതെല്ലാ ദിവസവും ചൊല്ലാൻ സാധിക്കും, അതിന് കഴിയും. കാരണം വിർദുൽ ലത്തീഫിൽ അതുണ്ട്. ഇനി നമ്മളിതിൻ്റെ തുടക്കത്തിൽ പറഞ്ഞിരുന്നു, ഒരു ഇസ്മ് നമ്മുടെ ആരോഗ്യം വീണ്ടെടുക്കാൻ, ആരോഗ്യത്തിന് വേണ്ടിയിട്ട് ഒരു ഇസ്മ ഉണ്ട് എന്നുള്ളത്. അത് ഏതാണെന്ന് വെച്ചാൽ, ഒരാൾ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചതിന് ശേഷം യാ ഖാദിറു യാ അല്ലാ എന്നുള്ളത് 100 തവണ ചൊല്ലിയാൽ നല്ല ആരോഗ്യം വീണ്ടെടുക്കാനും ശാരീരിക ശക്തി ഉണ്ടാകാനും അത് കാരണമാകുമെന്ന് സ്വാലിഹീങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതും നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ ചേർത്ത് വയ്ക്കുക. ഇങ്ങനെ തുടങ്ങി ദുആകളും അസ്മാഉൽ ഹുസ്നയൊക്കെ ജീവിതത്തിലേക്ക് ചേർത്ത് വെച്ച് നമ്മളെപ്പോഴും അള്ളാഹിനോട് ചോദിച്ചുകൊണ്ടേയിരിക്കുക ആഫിയത്തിന്. അതാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഹദീസിലുള്ളത്. ഇവിടെ ഈ ദുആഇൻ്റെ പദം തന്നെ നിങ്ങൾ ശ്രദ്ധിച്ച് കാണും. അതിൽ അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ അഫ്വ വൽ ആഫിയ എന്നാണ് ദുആ അല്ലേ. മുത്തുനബി തങ്ങൾ പറയുന്നു അങ്ങനെ തന്നെയാണ്, സലുല്ലാഹൽ അഫ്വ വൽ ആഫിയ. അള്ളാഹിനോട് ആഫിയത്തിന് ചോദിക്കുക. അത് അള്ളാഹ്ക്ക് വലിയ ഇഷ്ടമാണ് ആഫിയത്തിന് ചോദിക്കുക. അള്ളാഹു നമുക്കൊക്കെ ആഫിയത്തുണ്ട്. ഒരുപാട് കാലം ജീവിക്കാൻ അവസരം ഉണ്ടായിട്ട് കാര്യമുണ്ടോ? നിസ്കരിക്കാൻ കഴിയുന്നില്ല, നമ്മൾ ബെഡിലിങ്ങനെ കിടക്കുകയാണ്, കുറേ കാലം നിസ്കരിക്കാൻ കഴിയുന്നില്ല, അബോധാവസ്ഥയിലാണ്. അങ്ങനെ നമുക്ക് ആയുസ് ഉണ്ടായിട്ട് കാര്യമുണ്ടോ? അതുകൊണ്ട് ആഫിയത്ത് വേണം. ആഫിയത്തോട് കൂടിയുള്ള ആയുസ്സാണ് വേണ്ടത് അല്ലേ. അപ്പോൾ അതിനു വേണ്ടി അള്ളാഹിനോട് ദുആ ചെയ്യുക. അള്ളാഹു നമ്മുടെ രോഗങ്ങൾക്കൊക്കെ ശിഫ നൽകട്ടെ. നിങ്ങളൊക്കെ ദുആ ചെയ്യണമെന്ന് വസിയത്ത് ചെയ്യുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.